അച്ഛനിന്ന് നേരത്തെ ഉണർന്നോ? ഉറക്കം ശരിയായോ അച്ഛാ? ഏയ്, എങ്ങനെ മോളെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാ? അവൻ പോലീസ് കസ്റ്റഡിയിലായിട്ടും മഞ്ചാടി മോൾ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇന്ന് എന്തായാലും നമുക്ക് നമ്മുടെ മഞ്ചാടിയെ തിരിച്ചു കിട്ടും അച്ഛാ. അച്ഛൻ സമാധാനായിട്ടിരിക്കെ. അല്ലേ, രഘുവേട്ടൻ ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലേ? ചില നേരത്തെ ആകാശം ഇടിഞ്ഞു വീണാലും രഘുവേട്ടന്റെ ഉറക്കത്തിന് ഭംഗം വരില്ല. അവൻ കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ അമ്പിളി. വെറുതെ അവനെ വിളിച്ച് എഴുന്നേപ്പിക്കണ്ട. വെറുതെ ആണോ അച്ഛാ? മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഇനി എന്തായാലും ദാസങ്ങളുടെ തീരുമാനം എന്താണെന്ന് രഘുവേട്ടൻ പോയി ചോദിക്കട്ടെ. ദാസിന്റെ തീരുമാനം എന്താണെന്ന് അന്വേഷിക്കട്ടെ. ദാസ് ഇതില് എന്ത് തീരുമാനിക്കാനാ? അല്ല, അത് പിന്നെ മഞ്ചാടിയെ ഇന്നും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം നിലയിൽ അവരെ അന്വേഷിച്ചിറങ്ങണമെന്ന് ദാസങ്ങള് രഘുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. പോലീസ് അന്വേഷണം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനിയെല്ലാം അവര് നോക്കിക്കൊള്ളും. ജീവൻ രാജിനെ അവർ കസ്റ്റഡിയിലെടുത്തില്ലേ? അപ്പൊ മഞ്ചാടി ഇന്ന് തന്നെ അവർ കണ്ടെത്തും, അല്ലേ രഘു? അതെ മാ, മഞ്ചാടി മനഃപൂർവ്വം പിടിതരാതിരുന്നാലേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. അവക്കങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനത്തിൽ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ രഘു. ജീവൻ രാജിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കില്ലേ മഞ്ചാടി മോളെ ഇപ്പൊ സംരക്ഷിക്കുന്നുണ്ടാവുക. അപ്പോ അവരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ മഞ്ചാടി അവർക്ക് സ്റ്റേഷനിൽ ഹാജരാക്കിയല്ലേ പറ്റൂ. ഏതായാലും കുറച്ചു കഴിഞ്ഞ് ആ CA ഒന്ന് വിളിച്ചു നോക്കാം. അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. ജീവൻ രാജ് ഇതുവരെ പോലീസിനോടൊന്നും വിട്ടു പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കാം അവനോട് എന്റെ മോൾ എവിടെയുള്ളതെന്ന്. അതൊന്നും വേണ്ടച്ചാ, അച്ഛനിങ്ങോട്ടും പോണ്ട. രഘുവേട്ടൻ ദാസങ്ങളിനെയും കൂട്ടി പോയി അന്വേഷിക്കും, അത് മതി. അതെ, രഘുവേട്ടൻ വേഗം റെഡിയായി ഇറങ്ങിയേക്കോ. നമ്മൾ ആക്റ്റീവായി പുറകെ നിന്നാലേ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കൂ. ശരി, ഞാനിപ്പോ തന്നെ പോവാം. അമ്മാവൻ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളിന്ന് എങ്ങനെയെങ്കിലും മഞ്ചാടി അമ്മാവിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. മാഷേ, അനന്ത മാഷേ, ഞാൻ നോക്കട്ടെ അച്ഛാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ അനന്ത മാഷെ ഒന്ന് കാണാൻ വന്നതാ. ആരാ മോളെ? മാഷേ, നിങ്ങൾ ജീവൻ രാജിന്റെ അച്ഛനും അമ്മയല്ലേ? അതെ, ഞങ്ങളെ മോനെ ഒന്ന് രക്ഷിക്കണം മാഷേ. അവനെ പോലീസുകാർ തല്ലിക്കൊല്ലും. അവനെ ഞാൻ രക്ഷിക്കാനോ? ആദ്യം എന്റെ മകൾ എവിടെയുണ്ടെന്ന് അവൻ പറയട്ടെ. മാഷ് എന്തേ പറയുന്നേ? മഞ്ചാടിയുടെ മൂത്ത ചേച്ചി അടക്കം വന്നല്ലേ അവളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയത്. മാഷേ, മഞ്ചാടിയെ തിരികെ കൊണ്ടുപോകാൻ സഹായിച്ച ഞങ്ങളുടെ മകനെ ഉപദ്രവിക്കില്ലെന്ന് ദാസാറും മാഷിന്റെ മൂത്ത മോളും മരുമക്കൾ ഉറപ്പ് തന്നിട്ടാ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മഞ്ചാടിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് എന്തിനാ മാഷേ ഞങ്ങളോടും ഞങ്ങളുടെ മകനോടും ഇങ്ങനെയൊരു ചതി കാണിച്ചത്? എന്ത് ചതിയാ നിങ്ങളോട് അവർ കാണിച്ചത്? മഞ്ചാടിയെ ഞങ്ങളുടെ മകൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പോലീസുകാർ അവനെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചു മാഷേ. സത്യം എന്താന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും പോലീസുകാർ അത് വിശ്വസിക്കുന്നില്ല. മഞ്ചാടി മോളെ ഞങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ശേഷം ദാസാർ തന്നെയാ പോലീസിനെ കൂടി ഞങ്ങളെ മോനെ അറസ്റ്റ് ചെയ്യിച്ചത്. മഞ്ചാടി മോളെ തിരികെ കിട്ടിയ കാര്യം അദ്ദേഹം പോലീസിനെ അറിയിച്ചതുമില്ല. ഇതൊരു വിശ്വാസവഞ്ചനയല്ലേ മാഷേ? ഞങ്ങളുടെ മകനിനെ ഒന്നിനും വരില്ലെന്ന് ഞങ്ങൾ വാക്കു കൊടുത്തു മാഷെ. എന്നിട്ട് ഞങ്ങളോട് എന്തിനങ്ങനെ ചെയ്തത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
അമ്പിളി, ഇവരീ പറയുന്നതൊക്കെ ശരിയാണോ? എന്റെ മൂത്ത മകളായ നീയും കൂടി പോയിട്ടാ അവിടെ നിന്ന് മഞ്ചാടിയെ കൊണ്ടുവന്നെന്നാ ഇവര് പറയുന്നത്. അത് സത്യമാണോ? അച്ഛാ, അത് സത്യമാണോ അല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. സത്യം. മഞ്ചാടി ദാസങ്ങളുടെ വീട്ടിലുണ്ടച്ചാ. ഇത് നിനക്കറിയായിരുന്നു അനു? അമ്പിളി ചേച്ചി പറഞ്ഞിട്ടറിയാം. മാഷ് അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യില്ലെന്ന വിശ്വാസത്തിലാ ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ മോനെ രക്ഷിക്കണം മാഷെ. അവനെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു തന്നാ മതി. അവനെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. നിങ്ങളുടെ മകനൊന്നും സംഭവിക്കില്ല. എന്റെ മോളെ തടഞ്ഞു വെച്ചൊന്ന് ആരോപിച്ച് ഇനി പോലീസ് അവനെ തൊടില്ല. അനന്തമാഷാണ് പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് വയ്ക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ പരാതി പിൻവലിച്ചിരിക്കും. ജീവൻ രാജിനെ ലോക്കപ്പിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ ബന്ധുക്കൾ ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാം. പിന്നെ ഇതൊന്നും അനന്തമാഷ് അറിഞ്ഞുകൊണ്ടല്ല. ഇനി ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോവാ. നന്ദി മാഷേ, വളരെ നന്ദിയുണ്ട്. മാഷിനെ വിശ്വസിച്ച് ഞങ്ങൾ പോവാ. ഏട്ടനും അമ്മയും ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാ ഞാൻ അപ്പോഴൊന്നും ചോദിക്കായിരുന്നേ.